ഹലോ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരു നല്ലൊരു ദിവസം നേരെയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ വിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. സമയം ഞാൻ എനിക്ക് ലേറ്റായി, ഉറങ്ങാൻ ലേറ്റായി, 2 വീഡിയോ ഒക്കെ എഡിറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പം ഇൻഷാല്ലാ ഇപ്പോൾ സമയം വന്നിട്ട് 6:50 സമയം. നമുക്കിനി ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. ആദ്യം ഫൈസൽക്ക് വന്നിട്ടുണ്ടെന്നാ പറയണത് ഫുഡ് വയ്ക്കാൻ. നമുക്ക് ഫുഡ് വയ്ക്കാൻ ഉണ്ടായിരുന്നു. ഇവിടെ അത് അടി നടക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഫൈസൽക്ക, അതാണ് നമ്മുടെ ഫൈസൽക്ക. 6 മണിക്ക് എത്തി. ഫൈസൽക്ക 5 മണിക്ക് എത്തി. ഫൈസൽക്ക 5 മണിക്ക് എത്തി. അപ്പൊ നമ്മളെല്ലാരും ഉറങ്ങായിരുന്നു. എന്തായി ഇപ്പൊ ഫൈസൽക്ക പരിപാടി തുടങ്ങിയില്ലേ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ എണീക്കാനും ലേറ്റായി, 7 മണിയായി. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ചട്ടി പാത്രം ആയിട്ട് ഇവിടെയാണ് നമ്മൾ ബാക്ക് ഭാഗത്താണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞും കാര്യങ്ങളൊക്കെ നേരത്തെ പോകാനുള്ള പരിപാടിയാണ് ഫൈസൽക്ക അല്ലേ? നേരത്തെ പോവാം. നമുക്കിനി വേറെ കുറച്ച് പരിപാടികൾ എന്താന്ന് വെച്ചാല് ശരിയാക്കി കൊണ്ടുണ്ട്. നമുക്കിത് സബോള കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ അരിഞ്ഞ് വെച്ചോ? ഒരു ഇതിനാവും 5 മണിക്ക് വന്നിട്ടുണ്ടാവും കേട്ടാ. സബോളയൊക്കെ അരിഞ്ഞ് വെച്ചു. കുറച്ചുകൂടെ തക്കാളി, സാധാരണ ഇഞ്ചി, അത് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നേരെ 5 മണിക്ക് വന്നതേ. ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാനാവും. അതെന്തായാലും ഇൻഷാല്ലാ പല്ല് തേക്കണം. പിന്നെ നല്ല രസമുണ്ട് രാവിലെ. ഇവിടെ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. ഇതാണ് നമ്മുടെ രാവിലത്തെ ഒരു അന്തരീക്ഷം. കണ്ടില്ലേ? രാവിലെ തൊട്ടിട്ട് വീഡിയോ പിടിക്കാൻ വെച്ചത്. അവിടെ ഒരാൾ പല്ല് വെച്ചുകൊണ്ടിരിക്കണം. എണീറ്റിരുന്നു, ഇപ്പോഴാണ് പല്ല് കഴിക്കുന്നത് സാലിക്കുട്ടി. ഇന്ന് പോട്ട ആളാ. ഇതാണ് നമ്മുടെ നാട്, നമ്മുടെ സ്ഥലം, നമ്മുടെ റോഡ്, നമ്മുടെ വഴി. വീട്ടിൻ്റെ മുൻഭാഗത്തുള്ള വഴിയാണ് കേട്ടോ. ഇൻഷാല്ലാ ഇന്നലെ ഇതിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മളിങ്ങനെ മുല്ലശ്ശേരിക്ക് പോണതും സാധനങ്ങളൊക്കെ വാങ്ങിക്കണതും ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുക ഇൻഷാല്ലാ. നമ്മളിനി ഈ സാധനങ്ങളൊക്കെ മേലെ എത്തിക്കണം. അത് വേറെ ഇതുണ്ട്. ഇതെത്തിക്കണം, ഫുഡ് എത്തിക്കണം. വെള്ളം വേണോ? അവിടെ ഛർദ്ദിക്കണം. ഇവിടെ ഇപ്പോൾ 2 യൂട്യൂബേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ കുഞ്ഞിപ്പിയും വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മാവും വീഡിയോ എടുക്കുകയെന്ന്. അപ്പോൾ അതാ അരിയൊക്കെ ഏകദേശം കഴുകി ഇട്ട് കഴിഞ്ഞു അല്ലേ? അരി ഏകദേശം. കുഞ്ഞിമ്മ ചായ കൊടുന്നു. താങ്ക് യു കുഞ്ഞിമ്മ. ചായ കുടിക്കേ. ഇവിടെ സാധനങ്ങളൊക്കെ സ്ഥലത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ ബാക്കിലാണ്. മദീനല്ല മല്ലി, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അതാ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഫൈസൽക്കാണ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും. സിത്തുവിന്റെ പരിപാടി ഒരുപാട് പേര് സിത്തുവിനെ ചോദിച്ചിരുന്നു.
സിത്തുവിന്റെ പരിപാടി ആയാലും ഫൈസലിക്കായിരുന്നു വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ അങ്ങനെ രാവിലെ 5 മണിക്ക് ഫൈസലിക്ക് വന്നു. എന്നിട്ട് തുടങ്ങിയ പരിപാടികളാണ് കേട്ടോ അതൊക്കെ. ഇൻഷാ അല്ലാഹ് ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല നല്ല കമന്റുകൾ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ സാലിക്കുട്ടിയുടെ ഒരുക്കങ്ങള്, സാധനങ്ങൾ മേലെ കയറ്റല്, ഫുഡ് പരിപാടി കൊടുക്കുന്നതൊക്കെ മേലെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ കാണാം, വിശേഷങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാൻ ഇല്ല അല്ലേ? ഫൈസൽഖാനെ കുറിച്ച്, ഭക്ഷണത്തിനെ കുറിച്ച് രാവിലെ എത്ര മണിക്ക് തുടങ്ങിയത്, എന്തൊക്കെ പരിപാടി? 5 മണിയാകുമ്പോ തുടങ്ങി. ഏകദേശം ചിക്കന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരി വെള്ളത്തിലിട്ടിട്ടുള്ളൂ. പിന്നെ ഇലവത്തൂര് നമ്മളെ ഫൈസൽഖാനെ കെട്ടിക്കാൻ ഇനി വേറൊരാൾ ജനിച്ചു വരണം. അമ്മാതിരി ചോറാണ്, സൂപ്പർ ചോറാണ്. അതൊക്കെ ഇനി തിന്നുമ്പോ കാണാം. ഫൈസൽഖാന്ന് പറയുമ്പോ ചെറുപ്പം മുതലേ അല്ലേ? അതെ, 10 വയസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ആള് കാരണം അവരെ ഫാമിലി മൊത്തം വെപ്പുകാരാണ്. മൊത്തത്തിൽ എല്ലാരും വെച്ചിട്ട് പോവാതിരുന്നാ മതി. അല്ല ഫാമിലി ഇക്കന്മാരായാലും എല്ലാവരും പോയിട്ടും അവര് വിരമിച്ചു വിരമിക്കാറായിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടാ. മേലെ കാണിച്ചു തരാം. ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞു. ഫ്രണ്ടിൽ ആശുപത്രിയിരിക്കാനുള്ളവർക്ക് ചെയറും ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും ഒരുങ്ങി തുടങ്ങി. ഉമ്മയൊക്കെ കുളി കഴിഞ്ഞ് ഒരുങ്ങി തുടങ്ങി. പിന്നെ സിത്തുവിൻ്റെ അവിടെ നിന്ന് ഉമ്മയും ഉപ്പയും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കിനി മേലെ പോയിട്ടേ ഒരുക്കങ്ങളും ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞ് 9-10 മണിയൊക്കെ ആകുമ്പോൾ ഫൈസലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് മേലെ എങ്ങനെ സെറ്റാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അമ്മയൊക്കെ തിരക്കാണ്. ഇതാണ് ഇവിടെ സിത്തുവിന്റെ ഉപ്പ. സിത്തുവിന്റെ ഉപ്പയാണ്, അവര് വന്നതാണ്. മേലെയാണ് റെഡി ആക്കിയെന്ന് പറഞ്ഞില്ലേ, മേലേക്ക് അങ്ങനെ പോവാ. പഴക്കൊല്ലൊക്കെ കൊടുത്തിട്ടാ. ഇവിടെ നമുക്കൊരു ടേബിളിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലെയാണ് സെറ്റാക്കി ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ 1, 2, 3, 4 അല്ലേ? അങ്ങനെ ഒറ്റടിക്ക് ഇങ്ങനെ കഴിക്കണ പോലെ. ഇവിടെ മേലെ ടാർപ്പായൊക്കെ കിട്ടിയ കാരണം തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് അങ്ങനെ കെട്ടിയത്. ഉപ്പയൊക്കെ അവിടെ നിന്ന് നോക്കുന്നത് തന്നെ മേൽഭാഗം. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിബ ആൻഡ് ഇർഫാന. ഇർഫാന എന്ത് പറയാനുണ്ട്? പറയേ. എന്താ ഇവിടെ ഫോട്ടോഷൂട്ടാ? ഇന്നലെ മറ്റേ ടുട്ടുമ്മ ടുട്ടു എടുത്താ? എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ? ഹിബക്ക് എന്ത് പറയാനുണ്ട്? ഒന്നുമില്ലാന്ന്. നമ്മുടെ കാച്ചക്കാട് കുട്ടിയാണ്. അപ്പൊ ഇവിടെയാണ് സെറ്റപ്പ്. പിന്നെ ഇവിടെ ഭക്ഷണം, വിരിപ്പ്, പ്ലേറ്റ്, ഇത് ടിഷ്യൂ, ഇതൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സ് മാറി, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇത് സാലിക്കുട്ടി എടുത്തു തന്നാണ് കേട്ടാ. വെച്ചാല് സെലക്ട് ചെയ്ത് തന്നാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെന്താ, പിന്നെ ഇപ്പൊ അവര് മണ്ണൂത്തി എത്തിന്നാ പറഞ്ഞേ. നമുക്ക് നോക്കാം ഇനിയിപ്പോ വരവും കാര്യങ്ങളും ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടാ. ഇൻഷാ അല്ലാഹ് ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആയി ഞാൻ പറഞ്ഞല്ലോ, അതും കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? എന്തായാലും അവര് വരട്ടെ, വന്നിട്ടുള്ള കാഴ്ച കാണാ. പിന്നെ സാലിക്കുട്ടീനെ കണ്ടിട്ടില്ല അല്ലേ? സാലിക്കുട്ടി അവിടെ ഒരുങ്ങുന്നുണ്ട്. ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാട്ടാ. ഇതാണ് അവർ വന്ന ബസ്. എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിലൂടെ വന്നേ. കാരണം നമ്മുടെ വഴി കൂടെ വരുന്നതിനോട്ടപ്പുറം വലിയ ബസ്സായിരുന്നു ഇത്. കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഡ്രൈവർ ഓടിച്ച് തന്നെ. പിന്നെ അതുപോലെ അത് തിരിച്ചു പോകാനും തിരിക്കാനും വല്ലാത്ത ബുദ്ധിമുട്ടിന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അപ്പോൾ യാത്രകളും ഒരു കുഴപ്പമില്ലാതെ അവരെത്തി. എല്ലാ റാഹത്തായിരുന്നു. ഒരുപാട് എന്താ പറയുക, എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ പലഹാരവും ഇതൊക്കെ ഇറക്കുന്ന അതുപോലെ എല്ലാവരും ഇറങ്ങുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഏറെക്കുറെ സന്തോഷം മാത്രം.
ഇവന്റെ അടുത്തേക്ക് പോണ്ട. കാണില്ല. ചാലിക്കുട്ടിയുടെ വീട്ടിൽ എല്ലാരും ഇങ്ങോട്ട് വന്നിട്ടാ. എന്നെല്ലാരും വെള്ളം കുടിച്ച് ഇപ്പൊ ഇരിക്കുകയാണ് സമാധാനത്തില്. അത് മാത്രല്ല വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. തിക്കും തിരക്ക് വരുന്ന സമയത്ത് വണ്ടി വരലും തിരിക്കില്ല അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതില് കുറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അജ്മല് പരിചയപ്പെടുത്തി കിടക്കട്ടെ. ഇത് ബാബു കുഞ്ഞിപ്പിയാണ്, സാലിക്കുട്ടിയുടെ ഉപ്പാടെ അനിയനാണ്. അപ്പൊ എന്താന്നറിയില്ല. മറ്റേ തങ്കച്ചി തമ്പിയുടെയും അല്ല അതൊക്കെ അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ മേലെയാണ് കേട്ടോ ഫുഡ് ഒരുക്കിയത്. അധികമൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ സാലിക്കുട്ടീനെ വന്നവരെല്ലാവരും ഒരുക്കുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ ഞാനല്ല എടുത്തത്. നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇർഫാൻകുട്ടിയിലേക്ക് ഫോൺ കൊടുത്ത് അവനാണ് എടുത്തിരുന്നത്. അപ്പോൾ അവർ ഒരുക്കങ്ങളും വള കൊടുക്കലും ഇട്ട് കൊടുക്കലും പിന്നെ മാല അതുപോലെ തന്നെ എന്താണ് മുല്ലപ്പൂ അങ്ങനത്തെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു യാത്ര ആയപ്പോഴാണ് സാലിക്കുട്ടിയൊക്കെ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു. അത് നമ്മളെ വീഡിയോ എടുക്കാനും നിന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് പോയിട്ട് വരട്ടെ എന്ന് തന്നെ കരുതി സലാമൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അവരെല്ലാവരും പോയി, സാലിക്കുട്ടിയെ കൊടുന്ന് പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഏറെക്കുറെ കണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ തിക്കും തിരക്കും ഭക്ഷണം വിളമ്പുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാലിക്കുട്ടി പോയി. ഇനി എന്താ 4-5 മാസത്തേക്ക് ഇനി സാലിക്കുട്ടിയുള്ള വീഡിയോസ് ഒന്നും കാണൂല. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഉമ്മയെക്കൂടെ ഉണ്ട് കേട്ടോ. ഉമ്മയൊക്കെ ബിസിയാണ്, വൈകി വന്നത്. അങ്ങനെയായിട്ട് 10 മാസത്തില്ലാത്ത കുഞ്ഞമ്മ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം പറയാം, എന്താ വെച്ചാൽ വീഡിയോ നിർത്തിയതായിരുന്നു, വീണ്ടും തുടങ്ങി. അവിടുന്ന് ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പലഹാരങ്ങൾ ഇത് അങ്ങനെ ഈ ഫുള്ള് പലഹാരങ്ങൾ അവിടെ കൊടുന്നതാണ്. പഴം പപ്പ് ഇവിടെ നടക്കുന്നുണ്ട്, കൊടുന്നതാണ്. ഇതൊക്കെ തന്നെ കൊടുന്നതാണ്. പിന്നെ സാലിക്കുട്ടി പോയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അപ്പം എല്ലാവരും ദുആർക്കുക, നല്ലത് മാത്രം സംഭവിക്കട്ടെ. നല്ലതുപോലെ എന്താണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്
തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ്വാർക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ.